വെൽക്കം ടു മാത്സിയോൺ. HSST എക്സാം സീരീസ്, ഫ്രീ എക്സാം സീരീസിൻ്റെ മൂന്നാമത്തെ എക്സാംസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ 4 ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാം വരാറായി. സോ നമുക്ക് കണ്ടിന്യൂസ് പ്രാക്ടീസ് അത്യാവശ്യമാണ്. അതിന് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസ് ആണ്. നമ്മൾ മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സ്പീഡ് വർദ്ധിപ്പിക്കും, കൂടുതൽ കണ്ടന്റുകൾ മനസ്സിലാവും, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാവും ഒക്കെ ചെയ്യും. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാത്സിയോൺ ഒരു ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 ദിവസത്തെ ടെസ്റ്റ് സീരീസ് ആണ്. HSST സ്റ്റാൻഡേർഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള ഫോമിൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ mathsion.in എന്നുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ്. ദെൻ എഫ് ഡാഷ് ഓഫ് 0 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, സൈൻ ക്യൂബ് ഓഫ് മോഡ് എക്സ് ആണ്. ഓക്കെ, സോ ഇവിടെ മോഡുലസ് ഉള്ളത് കൊണ്ട് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ഈക്വൽ ടു 0യിൽ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എച്ച് അല്ലേ, ഈ ലിമിറ്റാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ. എക്സ് 0 ആകുമ്പോൾ സൈൻ ക്യൂബ് മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ക്യൂബ് 0 ആണ് അല്ലേ, ഡിവൈഡ് ബൈ എച്ച് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേറെ വേറെ നോക്കണം. സോ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എച്ച് ഡിവൈഡ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 സൈൻ ഓഫ് മോഡ് എച്ച് ആണ് അല്ലേ, മോഡ് എക്സ് ആണല്ലേ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, എക്സ് ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ എന്താണ് എച്ച് 0യിലേക്ക് പോകുന്നു, എച്ച് ടെൻഡിങ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, റൈറ്റ് സൈഡിൽ നിന്നാണ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. സോ എച്ച് ടെൻഡിങ് ടു 0 പ്ലസ് ആകുമ്പോൾ എച്ച് പോസിറ്റീവ് ആയിരിക്കും. സോ മോഡ് എച്ച് എന്നുള്ളത് എന്തായിട്ട് മാറും, എച്ച് ആയിട്ട് മാറും അല്ലേ. സോ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 സൈൻ ക്യൂബ് എച്ച് ഡിവൈഡ് ബൈ എച്ച് എന്ന് വരും. ഓക്കെ, സോ 0 കൊടുക്കുമ്പോൾ എന്ത് ഫോമിൽ വരും, 0/0 ഫോമിലാണ് വരിക. സോ ലോപിത്താൽ റൂൾ യൂസ് ചെയ്യുന്നു. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 സൈൻ ക്യൂബ് എച്ചിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 3 ഇൻറ്റു സൈൻ സ്ക്വയർ എച്ച് ഇൻറ്റു സൈൻ എച്ചിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് അല്ലേ, ഡിവൈഡ് ബൈ 1 എന്ന് വരും. ഇനി 0 കൊടുക്കുമ്പോൾ എന്ത് വരും, സൈൻ 0 ആൻഡ് 0 ആണെന്ന് കിട്ടി. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 0 ആണെന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് ചെയ്യുന്നു, ലിമിറ്റ് എച്ച് ടെൻഡിങ് റൈറ്റ് ചെയ്തു, ലെഫ്റ്റ് ചെയ്യുന്നു, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എച്ച് ഡിവൈഡ് ബൈ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മൈനസ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ മോഡ് എച്ച് എന്ന് പറയുന്നത് എന്തായിട്ട് മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എക്സ് ആയിട്ട് മാറും അല്ലേ, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. സോ ഇതെന്തായിട്ട് മാറും, സൈൻ ക്യൂബ് ഓഫ് മൈനസ് എച്ച് എന്ന് വരും അല്ലേ, സൈൻ ക്യൂബ് ഓഫ് മൈനസ് എച്ച് ഡിവൈഡ് ബൈ എച്ച് എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു എന്താണ്, അതിൻ്റെ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് തീറ്റയാണ്. എക്സ് സൈൻ ഓഫ് മൈനസ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ക്യൂബ് ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും, നെഗറ്റീവിനെ പുറത്തേക്ക് എടുക്കാം. സോ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എന്ത് വരും, സൈൻ ക്യൂബ് എച്ച് ഡിവൈഡ് ബൈ എച്ച്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ്, 0 ആണ്. സോ ഓഫ് മൈനസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 കിട്ടി. ഓക്കെ, സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആണ്, വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, എഫ് ഡാഷ് ഒറ്റ് 0 ഈക്വൽ ടു 0. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ഡെറിവേറ്റീവ് 0 ആയിട്ട്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of limit x tending to 0 tan x by x whole power 1 by x square ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗ് എടുത്തിട്ട് ലിമിറ്റ് കാണാം. പക്ഷെ അതൊരു വലിയ പ്രോസസ് ആയിരിക്കും, കുറേ അധികം സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. സോ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഇങ്ങനെയാണ്, ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1ഉം അതുപോലെ ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ദെൻ
ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് പവർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇ പവർ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ് ആണ് നമുക്കറിയാം. ഓക്കെ, ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. സി ഇവിടെ രണ്ട് കാര്യമുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ജി ഓഫ് എക്സ് ഇൻഫിനിറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് പവർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ഇ പവർ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് 1 ജി ഓഫ് എക്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇനി ഇവിടെ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0? ഇവിടെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് എടുത്തു. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് എന്താ? ആസ് എക്സ് ഇത് ടാൻ 0/0 ഫോമിൽ വരും. ടാൻ്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 എക്സ്റ്റെൻഡിങ് ടു 0 ദിസ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/x² ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x² എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാം. സോ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ദെർഫോർ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഹോൾ പവർ 1/x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പവർ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് മൈനസ് 1 അല്ലെ? എഫ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് 1/x² ആണ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇനി ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഈ ലിമിറ്റ് മാത്രം. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു 1/x² ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് മൈനസ് 1 നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ എക്സ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഈ x² കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ x³ എന്നുള്ള ഫോമിൽ വന്നു. ഓക്കെ, ഇനി നോക്കൂ 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 0/0 ഫോമിൽ വരും അല്ലേ? ടാൻ 0 0 ആണ്, എക്സ് 0 ആണ്, 0/0 ഫോമിൽ വരും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ എന്ത് കിട്ടും? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡ് ബൈ x³ ഡെറിവേറ്റീവ് 3x² എന്ന് വരും. ഓക്കെ, ഇനി 0 കൊടുക്കൂ. സീക്ക് സ്ക്വയർ 0 1 ആണ്, 1 - 1/0 വീണ്ടും 0/0 ഫോം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലോപിത്താൽ റൂൾ യൂസ് ചെയ്യുന്നു. സീക്ക് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ്, സീക്ക് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് എക്സ് ടാൻ എക്സ് അല്ലേ? സീക്ക് എക്സ് ടാൻ എക്സ് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, ഡിവൈഡ് ബൈ എന്ത് വരും? 6x² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇങ്ങനെ എഴുതാം. സീക്ക് എക്സ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. സോ 2ഉം 6ഉം ഇവിടെ കട്ട് ചെയ്യാം, 1/3 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 3x² എന്ന് വരും അല്ലേ? 3x² എന്നാണ് വരിക. ഓക്കെ, സോറി 3x² അല്ലല്ലോ, 3x അല്ലേ? കാരണം ഇവിടെ x² ഇല്ല, ഈ x² ഡെറിവേറ്റീവ് 6x അല്ലേ? സോ 3x എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിട്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 3x. വീണ്ടും എക്സിന് 0 കൊടുത്ത് നോക്കൂ. അപ്പോൾ എന്താ വരുന്നത്? 0/0 ഫോമിലല്ലേ വരുന്നത്? വീണ്ടും 0/0 ഫോമിലാണ് വരുന്നത്. സോ നമുക്ക് ഒന്നും കൂടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ എന്താ വന്നത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് അല്ലേ? സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, സോ നമ്മൾ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? 3x ലിമിറ്റ് ലോപിത്താൽ റൂൾ യൂസ് ചെയ്യുന്നു. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഫസ്റ്റ് സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? വീണ്ടും സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, പ്ലസ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ കണ്ടു. സീക്ക് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 2 സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് അല്ലേ? സോ 2 സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് എന്ന് വരും. 2 സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് എന്ന് വരും. ഹോൾ ഡിവൈഡ് ബൈ എന്ത് വന്നു? 3xന്റെ ഡെറിവേറ്റീവ് 3. ഓക്കെ, ഇനി എക്സിന് 0 കൊടുത്ത് നോക്കൂ. സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ 0 1 ആണ്. സീക്ക് സ്ക്വയർ 0 1 പ്ലസ് ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഇൻറ്റു എന്തോ ആയിക്കോട്ടെ ഡിവൈഡ് ബൈ 3 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? അപ്പം 1/3 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് ഈ ലിമിറ്റ് 1/3 ആണ് കിട്ടിയത്. സോ നമുക്ക് ദെയർഫോർ എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഹോൾ പവർ 1/x² ഈക്വൽ ടു എന്ത് കിട്ടും? ഇ പവർ 1/3 എന്ന് കിട്ടും. ഓക്കെ, സോ ഇ പവർ 1/3 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് നിങ്ങൾ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലോഗ് എൽ എടുക്കുമ്പോൾ 1/x² ലോഗ് ഓഫ് ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, സെയിം രീതിയിൽ തന്നെയാണ്, രണ്ടും സെയിം തന്നെയാണ്, എല്ലാം
ഒരേപോലെ തന്നെയാണ് ഇത് പോകുന്നത്. അപ്പം ഇങ്ങനെ ചെയ്ത് എത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഗിവൺ ദാറ്റ് സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/n² ഈക്വൽ ടു π²/6. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കാണേണ്ടത്, സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/2n - 1 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, സിഗ്മ 1/2n - 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓഡ് ടേമുകളുടെ സ്ക്വയർ അല്ലേ. സോ n 1 ആകുമ്പോൾ 1 1/3² പ്ലസ് 1/5² പ്ലസ് എക്സെട്ര എന്നാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ ഈവൺ ടേംസ് കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, 1/1/2² പ്ലസ് 1/3² പ്ലസ് 1/5² സോറി 1/4² പ്ലസ് 1/5² പ്ലസ് എക്സെട്ര എന്ന് വരും അല്ലേ. സോ ഇത് ഈവൺ ടേം നമുക്ക് വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യണം, അത് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. സോ മൈനസ് ഓഫ് എന്ത് വരും, 1/2² പ്ലസ് 1/4² പ്ലസ് 1/6² പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇത് നോക്കൂ, ഇത് 1 പ്ലസ് 1/2² 1/3² എക്സെട്ര എന്നാണ് അല്ലേ. സോ ദിസ് ഇസ് n ഈക്വൽ ടു 1 to infinity 1/n² എന്നുള്ള ഫോമിലാണല്ലോ അല്ലേ. മൈനസ് ഇതെന്താ വരിക, സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/2n ഹോൾ സ്ക്വയർ ആണ് അല്ലേ. സോ ദിസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ 1/n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, π²/6 ആണെന്ന് പറയാം. π²/6 ആണ്. മൈനസ് ഇതിനെങ്ങനെ എഴുതാം, സിഗ്മ n ഈക്വൽ ടു 1 to infinity 2² ആണ് അല്ലേ. 2n ഹോൾ സ്ക്വയർ എന്നാൽ 2² ആണ്. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, 1/4 ഇൻറ്റു 1/n² എന്ന് വരും. സോ ദിസ് ഈക്വൽ ടു എന്ത് കിട്ടും, π²/6 മൈനസ് 1/4 ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 to infinity 1/n² എന്ന് പറഞ്ഞാൽ π²/6 ആണ്. സോ π²/6 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് π²/6 ഇൻറ്റു 1 മൈനസ് 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു π²/6 ഇൻറ്റു എന്ത് വരും, 3/4 എന്ന് വരും. ഓക്കെ, സോ ഇവിടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. സോ π²/8 എന്ന് വരും. ഓക്കെ, സോ π²/8 ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, f of x ഈക്വൽ ടു 1 if x belongs to close the 0, 1 intersection q and -1 if x belongs to close the 0, 1 intersection r minus q. അതായത് 0, 1 റാഷണൽ ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1ഉം ഇറാഷണൽ ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ -1ഉം. ഇങ്ങനെ വരുന്ന ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് നോവെയർ കണ്ടിന്യൂസ് അല്ലെ. നോവെയർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നോവെയർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നോട്ട് റീമാൻ ഇന്റഗ്രബിൾ അല്ലെ. ഫംഗ്ഷൻ റീമാൻ ഇന്റഗ്രബിൾ ആയിരിക്കില്ല. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സൈൻ സെഡ് ബൈ സെഡ് സ്ക്വയർ. ഓക്കെ, അറ്റ് ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിന്റെ സിംഗുലാരിറ്റി എന്താണെന്നാണ് ചോദ്യം. സൈൻ സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ ആണ്. സോ എന്ത് ചെയ്യാം, സൈൻ സെഡിന്റെ എക്സ്പാൻഷൻ നമുക്ക് എഴുതാം അല്ലെ. സൈൻ സെഡിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, z മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് പവർ 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്നുള്ള ഫോമിലാണ് വരിക. അപ്പോൾ സൈൻ സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇവിടെ ഇതിനെ മൊത്തം സെഡ് സ്ക്വയർ കൊണ്ട് കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ സെഡ് സ്ക്വയറും 1/z കട്ടുമ്പോൾ ഒരു 1/z വരും. മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ സെഡ് സ്ക്വയർ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, സെഡ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് അടുത്ത ടേം എന്താ വരിക, സെഡ് ക്യൂബ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്നാ വരിക അല്ലേ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലെ സെഡ് ഉള്ളത് അല്ലേ. ഇതിന്റെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത് എന്താ, ഏതാ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെഡിന് നെഗറ്റീവ് പവർ വരും അല്ലേ. അപ്പോൾ എത്ര ടേമേ ഉള്ളൂ, ഒറ്റ ടേമേ ഉള്ളൂ അല്ലേ. ഒറ്റ സിംഗിൾ ടേമല്ലേ ഉള്ളൂ, സിംഗിൾ ടേം ഇൻ പ്രിൻസിപ്പൽ പാർട്ട്. ഓക്കെ, പ്രിൻസിപ്പൽ പാർട്ടിൽ സിംഗിൾ ടേം ആണ്. വിച്ച് ഇംപ്ലൈസ് എന്ത് പറയാൻ വേണ്ടി പറ്റും, ഇതെന്ന് പറയുന്നത് പോളാന്ന് പറയാൻ പറ്റും. ഓക്കെ, പോൾ ഓഫ് ഓർഡർ 2 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പോൾ ഓഫ് ഓർഡർ 2 ആണ് നമുക്ക് പറയാം. സോറി, പോൾ ഓഫ് ഓർഡർ 2 അല്ല, പോൾ ഓഫ് ഓർഡർ 1 ആണല്ലേ. എത്ര എലമെന്റ് ഉണ്ട്, ഒറ്റൊന്നല്ലേ ഉള്ളൂ. പോൾ ഓഫ് ഓർഡർ 1 ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പോളാന്ന് പറയാം. ഓക്കെ, സോ പോൾ ഓഫ് ഓർഡർ 2 തെറ്റാണ്. റിമൂവബിൾ സിംഗുലാരിറ്റി അല്ല, എസെൻഷ്യൽ സിംഗുലാരിറ്റി അല്ല, സിമ്പിൾ പോളാന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് വെച്ചിട്ടും ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു 0 സൈൻ സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് അല്ലേ. സോ പോളാന്ന് കിട്ടി. ഓക്കെ, ഇനി ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു 0 സെഡ് സൈൻ സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, ലിമിറ്റ് സെഡ് ടെൻഡിങ് ടു 0 സൈൻ സെഡ് ഡിവൈഡ് ബൈ സെഡ് അല്ലെ. ഇത് 1 ആണ്, എക്സിസ്റ്റ് ചെയ്യും. സോ എന്ത് പറയാൻ പറ്റും, ഇവിടെ പോൾ ഓഫ് ഓർഡർ എന്താണ്, 1 ആണ് അല്ലെ. സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ n എത്രയാണോ ആ എക്സിസ്റ്റ് ചെയ്യുന്ന n ആയിരിക്കും എന്ത് വരിക, അവിടെ പോളിന്റെ ഓർഡർ വരിക. അപ്പോൾ ഇവിടെ പോളിന്റെ ഓർഡർ എത്രയാണ്, 1 ആണ്. സോ സിമ്പിൾ പോൾ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ്, സോറി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ എന്നാണ്. അത് കണ്ടിന്യൂസ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ, എവിടെയാണ് ഡിഫറൻഷ്യബിൾ ആവാന്നൊക്കെയാണ് ചോദ്യം. ഓക്കെ, സോ മോഡ് ഇസഡ് സ്ക്വയർ അല്ലേ, മോഡ് സെഡ് കണ്ടിന്യൂസ് ആണ്, സെഡ് സ്ക്വയർ കണ്ടിന്യൂസ് ആണ്. സോ മോഡ് സെഡ് സ്ക്വയർ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പം എഫ് ഈസ് കണ്ടിന്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് നോക്കേണ്ടത്. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് ഇസഡ് ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പം മോഡ് സെഡ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. സോ എഫ് ഓഫ് സെഡിനെ യു പ്ലസ് ഐ വി എന്നുള്ള ഫോമിലാണ് നമ്മൾ എഴുതുക. സോ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആൻഡ് വി ഇമാജിനറി പാർട്ട് ഉണ്ടോ ഈ ഫംഗ്ഷൻ, ഇല്ല. സോ വി ഈക്വൽ ടു എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ, സോ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. സോ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇപ്പൊ ഡെൽ യു ബൈ ഡെൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x അല്ലേ. ഇനി ഡെൽ യു ബൈ ഡെൽ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇതിനെ ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y. ഓക്കെ, ഇനി ഡെൽ വി ബൈ ഡെൽ എക്സ് എന്താ, 0 തന്നെ ആയിരിക്കും. ഡെൽ വി ബൈ ഡെൽ വൈ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, യു എക്സ് ഈക്വൽ ടു വി വൈ അല്ലെ, അതായത് 2x ഈക്വൽ ടു എന്ത് കിട്ടും, 0, വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇപ്പൊ എക്സ് ഈക്വൽ ടു 0 മാത്രമേ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യൂ. ഓക്കെ, ഇനി അടുത്ത എന്താണ്, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, യു വൈ എന്ന് പറഞ്ഞാൽ 2y ഈക്വൽ ടു മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, ഇംപ്ലൈസ് എന്ത് കിട്ടും, y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ഓൺലി അറ്റ് 0 0 അല്ലെ, എക്സും വൈയും 0 ആവുന്ന പോയിന്റ് ആണ്. സോ എന്ത് പറയാൻ പറ്റും, ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് 0 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം എവിടെയാണ് ഡിഫറൻഷ്യബിൾ ആവുന്നത്, 0 0 മാത്രമേ ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. സോ കണ്ടിന്യൂസ് എവരിവെയർ ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. എക്സ് കോമ വൈ ഈക്വൽ ടു 0 0 എന്നാണ് അവിടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ കൊടുത്തത് കൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇന്റഗ്രൽ ഓവർ മോഡ് z മൈനസ് 2 ഈക്വൽ ടു 2 5z പ്ലസ് 7 ഡിവൈഡ് ബൈ z സ്ക്വയർ പ്ലസ് 2z മൈനസ് 3. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ കർവ് എന്താണെന്ന് മനസ്സിലാക്കാം. സോ നോക്കൂ, മോഡ് z മൈനസ് 2 ഈക്വൽ ടു 2 അല്ലെ, എന്ന് പറഞ്ഞാൽ സെന്റർ ടു റേഡിയസ് 2 അല്ലെ. അപ്പൊ ഇതാണ് 2 എന്ന് വിചാരിക്കുക, സെന്റർ. ഇപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ വരും അല്ലെ. സോ ഇങ്ങനെയായിരിക്കും ഇതിന്റെ സർക്കിൾ വരിക. ഓക്കെ, സോ ഇങ്ങനെ ഒരു സർക്കിൾ ആണ് നമുക്ക് വരിക, ഇതിവിടെ ടച്ച് ചെയ്യേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ നോക്കുക, എന്താണ് 5z പ്ലസ് 7 ഡിവൈഡ് ബൈ z സ്ക്വയർ പ്ലസ് 2z മൈനസ് 3. ഓക്കെ, സോ ഇതിന്റെ സിംഗുലാരിറ്റി വരെ എപ്പോഴാണ്, ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ അല്ലേ. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 5z പ്ലസ് 7 ഡിവൈഡ് ബൈ ഈ z സ്ക്വയർ പ്ലസ് 2z മൈനസ് 3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 3യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 2ഉം കിട്ടും അല്ലേ. സോ z പ്ലസ് 3 ഇൻറ്റു z മൈനസ് 1 എഴുതാം. ഓക്കെ, സോ ഇനിയിപ്പം അപ്പോൾ സിംഗുലാർ പോയിന്റ്സ് ഏതൊക്കെയാ, സിംഗുലാരിറ്റി ഏതൊക്കെയാ വരിക, z ഈക്വൽ ടു മൈനസ് 3 z പ്ലസ് 3 0 ആകുമ്പോൾ z ഈക്വൽ ടു മൈനസ് 3, ഇനി z മൈനസ് 1 ഈക്വൽ ടു 0 ആകുമ്പോൾ z ഈക്വൽ ടു 1. ഈ രണ്ട് പോയിന്റ് ആണ് വരിക. ഇനി ഇതിൽ ഏതാ പോയിന്റ് ഇവിടെ ഉള്ള നോക്കൂ, z ഈക്വൽ ടു മൈനസ് 3 ഇവിടെ, z ഈക്വൽ ടു 1 ഇവിടെ. ഓക്കെ, അപ്പോൾ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇൻസൈഡ് സി എന്ത് വരുന്നുള്ളൂ, ഈ ഒരു തന്നിട്ടുള്ള ഇന്റഗ്രല് എന്താവുന്നുള്ളൂ, സിംഗുലാരിറ്റി ഉള്ളൂ, ഒറ്റ പോയിന്റിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 5, ഈ ഒരു സിംഗുലാരിറ്റി വരുന്ന സെഡ് അല്ലേ, z മൈനസ് 1 ഒഴിവാക്കി എഴുതുന്നു. z മൈനസ് 1 ഒഴിവാക്കി എഴുതി കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എന്ത് വരും, 5z പ്ലസ് 7 ഡിവൈഡ് ബൈ എന്താണ് z പ്ലസ് 3 എന്ന് എടുത്തു. ഇതെന്തായിരിക്കും, ഈസ് അനലിറ്റിക് ഇൻ സി എന്ന് കിട്ടും. ആൻഡ് therefore integral over c f of z divided by z minus 1 dz equal to എന്താ വരിക, 2 pi i into f of 1 എന്ന് വരും അല്ലെ, 2 pi i into f of 1 എന്ന് വരും. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 pi i into f of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 5 into 1 പ്ലസ് 7 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 pi i into 7 5 12 ഡിവൈഡ് ബൈ സെറ്റ് പ്ലസ് 1 അല്ലല്ലോ, സെറ്റ് പ്ലസ് 3. ഓക്കെ, സെറ്റ് പ്ലസ് 3. ഓക്കെ, അപ്പം 7 5 12 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് 3 അല്ലേ. സോ 6 pi i എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ദ സിംഗുലാർ സൊല്യൂഷൻ ഓഫ് 3y മൈനസ് 2px പ്ലസ് 2p സ്ക്വയർ എക്സ്
2p² ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഫോമിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സിംഗുലാർ സൊല്യൂഷൻ കാണുക എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഏത് ഫോമാന്ന് നോക്കൂ. എഫ് ഓഫ് എക്സ് വൈ പി ഈക്വൽ ടു 0 അല്ലേ. എഫ് ഓഫ് എക്സ് വൈ പി ഈക്വൽ ടു 0 ഈ ഫോമിൽ വരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവൈ ബൈ ഡി എക്സ് ആയിട്ട് കാണുന്നത് കേട്ടോ. സോ ഇങ്ങനെ ഫോമിൽ വരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സിംഗുലാർ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുക ഡെൽ എഫ് ബൈ ഡെൽ പി ഈക്വൽ ടു 0 കാണും. ഓക്കെ, ഡെൽ എഫ് ബൈ ഡെൽ പി ഈക്വൽ ടു 0 കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പി ഒബ്റ്റെയിൻ ചെയ്യും അല്ലെ, പി കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നമ്മുടെ ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇൻ 1. ഓക്കെ, ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം നമുക്ക് y ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ എഴുതിയാൽ അതായിരിക്കും എന്ത് വരിക, സിംഗുലാർ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, സിംഗുലാർ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ അതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് കിട്ടി, 3y മൈനസ് 2px പ്ലസ് 2p² ഡിവൈഡ് ബൈ എക്സ് അല്ലേ. സോ ഡെൽ എഫ് ബൈ ഡെൽ പി ചെയ്യുന്നു. ഡെൽ എഫ് ബൈ ഡെൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ 0 ആണ്, 2px വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x അല്ലേ, പ്ലസ് 2p² എന്ത് വരും, 4p ഡിവൈഡ് ബൈ എക്സ് എന്ന് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം, ഡെൽ എഫ് ബൈ ഡെൽ പി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, മൈനസ് 2x പ്ലസ് 4p ബൈ എക്സ് 0. സോ 4p ബൈ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, 2x എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് p ഈക്വൽ ടു ഇത് ഇപ്പുറത്ത് പോകുമ്പോൾ x² ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, p ഈക്വൽ ടു x² ബൈ 2 എന്ന് കിട്ടും. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 2 എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോറി 2 ഇതാണ് 2. ഓക്കെ, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3y മൈനസ് 2 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ x² ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു p² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, x⁴ ബൈ 4 അല്ലേ, ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ എക്സും എക്സും കട്ട് ചെയ്ത് പോയി, 3y മൈനസ് എന്ത് വരും, x³ പ്ലസ് ഇവിടെ എക്സും എക്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ഉം 2ഉം കട്ട് ചെയ്യുന്നു, അപ്പോൾ എന്ത് വരും, x³ അല്ലേ, x³ ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, സോ 3y മൈനസ് x³ ബൈ 2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്, 3y മൈനസ് x³ പ്ലസ് x³ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 0. ഓക്കെ, ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും, 3y ഈക്വൽ ടു x³ മൈനസ് x³ ബൈ 2. x³ മൈനസ് x³ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, x³ ബൈ 2 അല്ലേ. സോ 3y ഈക്വൽ ടു x³ ബൈ 2 ഇംപ്ലൈസ് y ഈക്വൽ ടു എന്ത് കിട്ടും, x³ ബൈ 6 എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത് വരിക, ഇവിടുത്തെ സിംഗുലാർ സൊല്യൂഷൻ വരിക. ഓക്കെ, സിംഗുലാർ സൊല്യൂഷൻ. സോ x³ ബൈ 6 ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് x∬ പ്ലസ് 2x' പ്ലസ് x ഈക്വൽ ടു e പവർ ടി. ഓക്കെ, സോ ഇവിടെ ഇതെന്താണ്, കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ് ആണ്, സെക്കൻഡ് ഓർഡർ ODE വിത്ത് കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ എഴുതും അല്ലേ. സോ എന്താണ് ഓക്സിലറി ഇക്വേഷൻ വരിക, m² പ്ലസ് 2m പ്ലസ് 1 ഈക്വൽ ടു e പവർ ടി എന്ന് വരും. ഓക്കെ, m² പ്ലസ് 2m പ്ലസ് 1 ഈക്വൽ ടു e പവർ ടി എന്ന് വരും. സോ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഹോമോജനസ് ഇക്വേഷൻ ആണ് കാണേണ്ടത്. സോ ഈക്വൽ ടു 0 എന്നാണ് എഴുതുക. ഇതാണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ഇനി m² പ്ലസ് 2m പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, m പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 അല്ലേ, വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, m പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താ വരിക, m ഈക്വൽ ടു -1 അല്ലേ. അപ്പോൾ -1 എന്നുള്ള രീതിയിലാണ് സൊല്യൂഷൻ വരിക. റിയൽ റൂട്ട് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് സൊല്യൂഷൻ വന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താ വരിക, x ഇസ് ഈക്വൽ ടു c1 e പവർ mx പ്ലസ് c2 x e പവർ mx എന്നാ വരിക അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, c1 e പവർ മൈനസ് എക്സ് പ്ലസ് c2 x e പവർ മൈനസ് എക്സ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതാം, c1 പ്ലസ് c2 എക്സ് അല്ല, ഇവിടെ നമ്മൾ ടിയിലാണ് വേരിയബിൾ എഴുതിയത്, എക്സ് എഴുതണ്ട, കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ടിയിലേക്ക് മാറ്റുന്നു. കാരണം ഞാനിവിടെ ഇവിടെ എന്താണ് ഇ പവർ ടി എന്നുള്ള ഫോമിലല്ലേ എഴുതിയത്. ഓക്കെ, സോ ഇവിടെ സൊല്യൂഷൻ വരുന്നത് ഇ പവർ ടീൻ്റെ ഫോമിലേക്കായിരിക്കണം. കാരണം ഓൾറെഡി ഇവിടെ എക്സ് കൊടുത്തിട്ടുണ്ട്, എക്സിലാണ് ഡെറിവേറ്റീവ് വന്നത്. സോ c1 ഇ പവർ മൈനസ് ടി പ്ലസ് c2 ടി ഇ പവർ മൈനസ് ടി, c1 ഇ പവർ മൈനസ് ടി പ്ലസ് c2 ടി ഇ പവർ മൈനസ് ടി. സോ c1 പ്ലസ് c2 ടി
ടൈംസ് ഇ പവർ മൈനസ് ടി എന്ന് വരും. ഓക്കെ, ഇതാണ് ഹോമോജീനസ് സൊല്യൂഷൻ എക്സ് എച്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്ത് കാണണം? പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണണം അല്ലേ? പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഓഫ് ഇ പവർ ടി ഫോമിൽ വരികയാണെങ്കിൽ എന്താ വരിക? 1 ഇ എന്താണ് ഇവിടെ പർട്ടിക്കുലർ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ പവർ എ ടി ആണെങ്കിൽ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/f ഓഫ് എ ഇ പവർ എ ടി എന്നാണ് വരിക. ഓക്കെ, ഇവിടെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെയുള്ള ഈ ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് വരും? 1 ഇതിൽ എമ്മിന് പകരം എ കൊടുക്കുക. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ? ഇ പവർ ടി ആണ്. എ ഈക്വൽ ടു 1 ആണ് അല്ലേ? സോ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 1 ഇ പവർ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് 2 പ്ലസ് 1 1/4 ഇ പവർ ടി എന്ന് വരും അല്ലേ? ഇ പവർ ടി ബൈ 4 എന്ന് വരും. ഓക്കെ, സോ ഇതാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ദെർഫോർ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? C1 പ്ലസ് C2 ടി ടൈംസ് ഇ പവർ മൈനസ് ടി പ്ലസ് എന്ത് കിട്ടും? ഇ പവർ ടി ബൈ 4 അല്ലെങ്കിൽ 1/4 ഇ പവർ ടി എന്ന് വരും. ഓക്കെ, സോ ആൻസർ ഏതാണ് വരിക? C1 പ്ലസ് C2 ഇ പവർ മൈനസ് ടി പ്ലസ് 1/4 ഇ പവർ ടി അല്ലേ? സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സൊല്യൂഷൻ ഓഫ് ദ പി ഡി ടാൻ എക്സ് പി പ്ലസ് ടാൻ വൈ ക്യൂ ഈക്വൽ ടു ടാൻ സെഡ് അല്ലേ? സോ ഇതെന്ത് ഫോമിലാണ് വരുന്നത്? ക്യാപിറ്റൽ പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ എന്നുള്ള ഫോമിൽ ലഗ്രാഞ്ചെ, ഇതൊരു ക്വാസിലീനിയർ ഇക്വേഷൻ ആണ് വന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ലഗ്രാഞ്ചയുടെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഡി എക്സ് ഡിവൈഡ് ബൈ ടാൻ എക്സ് ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ ടാൻ വൈ ഈക്വൽ ടു ഡി സെഡ് ഡിവൈഡ് ബൈ ടാൻ സെഡ് എന്ന് വരും അല്ലേ? സോ എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കാം. ആദ്യം ഇത് രണ്ടും എടുക്കുന്നു. ഓക്കെ, ഡി എക്സ് ഡിവൈഡ് ബൈ ടാൻ എക്സ് ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ ടാൻ വൈ. ഓക്കെ, ഇനി ടാൻ എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ? സോ ഡി എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആകുമ്പോൾ ഇതെന്ത് വരും? ഓക്കെ, എങ്ങനെ എഴുതാം? ഡി എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ സൈൻ വൈ ഡിവൈഡ് ബൈ കോസ് വൈ. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് എന്ത് വരും? കോസ് വൈ മേലെ പോവും. കോസ് എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് ഈക്വൽ ടു എന്ത് വരും? കോസ് വൈ ഡി വൈ ഡിവൈഡ് ബൈ സൈൻ വൈ എന്ന് വരും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു? കോസ് എക്സിന് സൈൻ എക്സിന് ഞാൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാവുമ്പോൾ എന്ത് വരും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡി യു കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഡി യു ഡിവൈഡ് ബൈ യു എന്നായിട്ട് മാറും. ഓക്കെ, ഇനി അതുപോലെ ഞാൻ സൈൻ വൈക്ക് ഞാൻ വി എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? കോസ് വൈ ഡി വൈ ഈക്വൽ ടു എന്ത് കിട്ടും? ഡി വി കിട്ടും. സോ ഇതെന്തായിട്ട് മാറും? ഡി വി ബൈ വി എന്ന് മാറും. ഓക്കെ, സോ നമുക്കത് ഡി യു ബൈ യു ഈക്വൽ ടു ഡി വി ബൈ വി ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ലോഗ് യു ഈക്വൽ ടു ലോഗ് വി പ്ലസ് ലോഗ് C1 എന്ന് വരും. ഓക്കെ, സോ ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോഗ് യു മൈനസ് ലോഗ് വി ഈക്വൽ ടു ലോഗ് C1, ദാറ്റ് ഈസ് ലോഗ് യു ബൈ വി ഈക്വൽ ടു ലോഗ് C1 ഇംപ്ലൈസ് എന്ത് കിട്ടും? യു ബൈ വി ഈക്വൽ ടു C1. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സൈൻ എക്സ് അല്ലേ? ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞാൽ സൈൻ വൈ ഈക്വൽ ടു C1 എന്ന് വരും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ വരിക. ഓക്കെ, സൈൻ എക്സ് ബൈ സൈൻ വൈ ഈക്വൽ ടു C1. ഇനി ഇതേപോലെ നോക്കൂ, ഇവിടെ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആണുള്ളത്. സൈൻ എക്സ് ബൈ സൈൻ വൈ എന്നുള്ള ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ട് അല്ലേ? അടുത്ത് സൈൻ വൈ ബൈ സൈൻ സെഡ്. അതേപോലെ നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? ഏത് രണ്ടെണ്ണം എടുത്താൽ മതി? ഇത് രണ്ടും എടുക്കാം. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി വൈ ബൈ ടാൻ സെഡ് ഈക്വൽ ടു ഡി സെഡ് ഡിവൈഡ് ബൈ ഡി വൈ ഡിവൈഡ് ബൈ ടാൻ വൈ ഈക്വൽ ടു ഡി സെഡ് ഡിവൈഡ് ബൈ ടാൻ സെഡ് അല്ലേ? സോ ഇതിന് നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോസ് വൈ ഡി വൈ ഡിവൈഡ് ബൈ എന്താണ്? സൈൻ വൈ ഈക്വൽ ടു കോസ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സൈൻ സെഡ് അല്ലേ? സൈൻ സെഡ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടുക? സൈൻ വൈ ഡിവൈഡ് ബൈ സൈൻ സെഡ് ഈക്വൽ ടു C2 എന്ന് കിട്ടും. ഓക്കെ, സൈൻ വൈ ഡിവൈഡ് ബൈ സൈൻ സെഡ് ഈക്വൽ ടു C2 എന്ന് കിട്ടും. സോ രണ്ടാമത്തെ സൊല്യൂഷൻ ഇതാണ് അല്ലേ? രണ്ടാമത്തെ സൊല്യൂഷൻ ഇതാണ്. ഓക്കെ, സോ ഇവിടെ ഇത് രണ്ടുമാണ് സൊല്യൂഷൻ വരുന്നത്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, കാരണം സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്നുള്ളൊരു സൊല്യൂഷൻ ഇല്ല. സീക്ക് എക്സ് ബൈ സി എക്സ് വൈ എന്നുള്ള സൊല്യൂഷൻ ഇല്ല. നൺ ഓഫ് ദി എബോവ് അല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. ഓക്കെ, സോ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ
ടെസ്റ്റ് സീരീസ് ബാച്ച് മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്യാണ്. 2 ബാച്ചുകളായിട്ടാണത് ഓഫർ ചെയ്യുന്നത്. ഒന്ന് എക്സ്ട്രാ മൈൽ ബാച്ചാണ്. അവിടെ നമ്മൾ 30 ഡേയ്സ് എക്സാം വിത്ത് ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻ, നമ്മളിപ്പോൾ തരുന്നത് പോലെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻസ് അതിന് പ്രൊവൈഡ് ചെയ്യും. പ്ലസ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടാവും. അതിൻ്റെ കൂടെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, ഇനി സ്പ്രിൻറ്റ് ബാച്ച് ആണെങ്കിൽ 30 ഡേയ്സ് എക്സാം ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആൻസർ കീ ആണ് പ്രൊവൈഡ് ചെയ്യുക ആൻഡ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം എക്സ്ട്രാ മൈൽ ബാച്ച് ആകുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷനും മെൻറ്റർ സപ്പോർട്ടും അവൈലബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും എന്ത് ചെയ്യുക, നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതിനുവേണ്ടി mathsion.in എന്നുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.